നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ തന്നെ കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നിപ്പോൾ നമുക്കൊരു അതിഥി രാവിലെ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കലയെ അത്രമാത്രം സ്നേഹിക്കുന്ന, നാടകത്തെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളി MLA CR മഹേഷ് സാറാണ്. അപ്പോൾ സൂര്യയുണ്ട്. സൂര്യ സാറിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സാർ, രാവിലെ തന്നെ കലോത്സവ വേദിയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണോ? ഇന്നിപ്പം പ്രധാനമായും ചെണ്ട മത്സരവും നാടക മത്സരവുമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇഷ്ടവും താല്പര്യവും ഉള്ളതായതുകൊണ്ട് രണ്ട് മത്സരവും കാണണം, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ കഴിവ് കണ്ട് ആസ്വദിക്കണം, അതിനുവേണ്ടി വന്നതാണ്. കലോത്സവ വേദികളിൽ ഒരു നിറസാന്നിധ്യമായിരുന്നോ സാർ? കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ സംഘാടനത്തിന്റെ ഒരു ചുമതല ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കലോത്സവം നടക്കുമ്പം കൊല്ലത്തുകാരെല്ലാവരും ഇത് കാണണ്ടേ. അപ്പോൾ ഇതുപോലൊരു അവസരം കിട്ടുകയില്ല ഇത്രയും കഴിവുള്ള കലാകാരന്മാരെ കാണാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു ദിനമാണ് കഴിഞ്ഞിട്ടുള്ളത് കലോത്സവത്തിന്റെ. ആ ഒരു ദിനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പൊതുവെയുള്ള കലോത്സവത്തിന്റെ കുറിച്ച് അഭിപ്രായം? അല്ല, ഇത്രയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ മേളയല്ലേ. അപ്പോൾ ഇന്നലത്തെ ഒരു വിലയിരുത്തി നോക്കുമ്പോൾ വലിയ പരാതികളില്ലാതെ ഒരുവിധം നല്ല രീതിയിൽ മനോഹരമായി ചടങ്ങുകളെല്ലാം മത്സരങ്ങളും എല്ലാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സാറൊരു കലാകാരനാണെന്നാണ് അറിഞ്ഞത്. എന്തെങ്കിലും ഒരു ഐറ്റം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അതെ, അദ്ദേഹം ഒരു ചെണ്ടമേള ആസ്വാദകൻ മാത്രമല്ല, നല്ല രീതിയിൽ താളം പിടിക്കുന്ന ഒരാൾ കൂടിയാണ്. അല്ല, ഞാൻ ചെണ്ട കുട്ടിക്കാലത്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നതൊന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മുതിർന്നതിന് ശേഷം പഠിക്കാൻ ശ്രമിച്ചതാണ്. പൂർണ്ണമായിട്ടും പഠിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പിന്നെ മകൻ ചെണ്ട പഠിക്കുന്നുണ്ട്, അമ്മ കൊച്ചിലെ ചെണ്ട പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചെണ്ട പഠിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നുണ്ട്. മുതിർന്ന ആളുകളും ചെണ്ട പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു ഗണപതിക്ക് ഒരു ചെറിയൊരു താളം പഠിക്കാം. ഇന്നത്തെ ഒരു തുടക്കം സാറിന്റെ ഒരു ചെണ്ട കൊട്ടലോട് കൂടി തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല തുടക്കം തന്നെയാണ്. എന്തായാലും നന്ദിയുണ്ട് സാർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു തുടക്കം. ഇന്ന് നമ്മളിപ്പോ